മുണ്ടക്കൈ ഉരുൾപൊട്ടൽ അതിജീവിച്ച ഒരുപക്ഷെ ആ ദൃശ്യങ്ങൾ ലോകം കണ്ട് ഞെട്ടിയ ഒരു വ്യക്തി നേരത്തെ നമുക്ക് പരിചയമുള്ളതാണ് അരുൺ ഇന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ അദ്ദേഹം അരുണിനെ കണ്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അരുൺ ആ കിടക്കുന്ന ദൃശ്യങ്ങളെ കണ്ട് മലയാളികൾ എന്നല്ല എല്ലാവരും വേദനിച്ചതാണ്. ഇപ്പോൾ അരുൺ എങ്ങനെയുണ്ട് ആരോഗ്യനില? ഇപ്പോൾ ആരോഗ്യനില ബെറ്ററാണ്, വന്നതിനെക്കാട്ടും ഇത്ര ബെറ്ററാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എങ്ങനെ ഇപ്പോൾ പ്രധാനമന്ത്രി വന്നു അല്ലേ? കണ്ടു. അദ്ദേഹം ഇൻസിഡന്റിനെ കുറിച്ച് ചോദിച്ചു, എന്താണ് സംഭവിച്ച ഇൻസിഡന്റിനെ കുറിച്ച് ചോദിച്ചു. ഈ ഒരു ആശ്വാസമൊക്കെ തോളിൽ തട്ടിയിട്ട് പോയി. അതൊരു പ്രചോദനം. ഞാൻ മലയാളത്തിൽ പറഞ്ഞു. ഞാൻ മലയാളത്തിൽ പറഞ്ഞു, ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു കൂടെ, അത് ട്രാൻസ്ലേറ്റർ ചെയ്ത് കൊടുക്കുകയായിരുന്നു. പ്രധാനമന്ത്രി എന്തെങ്കിലും പറഞ്ഞു? പൊതുവായിട്ടൊന്നും പറഞ്ഞില്ല, ഇൻസിഡന്റിനെ കുറിച്ച് കാര്യങ്ങൾ ചോദിച്ചു. തോളിൽ തട്ടി, ആശ്വാസവാക്കുകൾ തോളിൽ തട്ടി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൊരു സംതൃപ്തിയുണ്ട്. പിന്നെ തീർച്ചയായിട്ടും വലിയൊരു ആശ്വാസം. പ്രധാനമന്ത്രി കാണാൻ വന്നു. പിന്നെ എന്തെങ്കിലും പ്രധാനമന്ത്രി നമ്മളെ കാണാൻ വേണ്ടി നല്ലൊരു ആശ്വാസം. മരണപ്പോലെ ഒരുപാട് ആൾക്കാർ അതിജീവിച്ച ആൾക്കാരുണ്ട്. ഇനി അവർക്ക് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സഹായം ആവശ്യമുള്ളതാണല്ലോ അല്ലെ? സ്വാഭാവികമായിട്ടും ഒരു സന്തോഷം, തൃപ്തി നൽകുന്നത് തന്നെയാണ്. പിന്നെ തൃപ്തിമാണ്. അങ്ങനെ പിന്നെ ഡോക്ടർമാരെന്താ പറയുന്ന ആരോഗ്യത്തെ കുറിച്ച്? എത്ര നമുക്ക് ഇവിടെ ആശുപത്രി വിടാൻ പറ്റുമോ എന്തെങ്കിലും പറയുന്നത്? കുറച്ച് ഇതുവരെ സംസാരിച്ചിട്ടില്ല. നമ്മളിത് കണ്ടിരുന്നു. ഇപ്പോൾ കുറേ പിന്നെ ആ ദൃശ്യങ്ങളിലെ ബോധം കെട്ട് കിടന്നതിന് ശേഷമാണ് പിന്നീട് കൈ ഉയർത്തി കാണിക്കുന്നത് അല്ലേ? എങ്ങനെയാണ്? ആദ്യം കുഴിയിലായിരുന്നു, അവിടുന്ന് കയറി വന്ന് ഞാൻ സ്പോട്ടിലേക്ക് ഞാൻ എത്തുമായിരുന്നു, കഴിഞ്ഞ് എത്തുമായിരുന്നു. പിന്നെ അവിടുന്ന് ഒരാൾ കാണാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടായിരുന്നു. കൈയും കാലത്തടിക്കൽ, നിലവിളിക്കൽ. ഒരാൾ കണ്ടെന്നറിഞ്ഞപ്പോൾ പിന്നെ നല്ല സൈലൻ്റായിട്ട് അവിടെ കിടന്നു. കണ്ടല്ലോ, നാട്ടുകാരല്ലേ, രക്ഷിക്കാതിരിക്കില്ല എന്നുള്ളൊരു ഉറപ്പുണ്ട്. അതുകൊണ്ട് അവിടെ മുണ്ടക്കയിലാണ് വീട് അല്ലേ? അതുകൊണ്ട് അവിടെ നിന്നാണ് താഴോട്ട് എന്തായാലും എത്രയും വേഗം ആശ്വാസമാകട്ടെ, കരുത്തോടു കൂടി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ആശംസകളും. എന്തായാലും അരുണിനെ പോലെ ഈ ആശുപത്രിയിൽ കഴിയുന്ന നിരവധി ആൾക്കാരെ കണ്ട് അവരെ ആശ്വസിപ്പിച്ചാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. എന്തായാലും അവരുടെ ആ ഒരു അതിജീവനത്തിന്, അവരുടെ തിരിച്ചുവരവിന് കരുത്തു പകരുന്നത് കൂടിയായിരിക്കും ഈ ഒരു സന്ദർശനം എന്ന് തന്നെയാണ് അവരുൾപ്പെടെ പറയുന്നത്. ക്യാമറ പേഴ്സൺ സഞ്ജു പറ്റമല്ലപ്പം, മുഹമ്മദ് അസ്ലം, മീഡിയ 1, വയനാട്.